Welcome back to our channel. In this class, we are going to discuss the poem To Sleep written by William Wordsworth. Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടു സ്ലീപ്പ് എന്ന പോയമാണ്. വേർഡ്സ്വർത്ത് ആണ് ഈ പോയം എഴുതിയത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലിസൺ ടു ദ പ്രൊഫൈൽ ഓഫ് വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്ത് വാസ് born in 1770 and passed away in 1850. He was a major English romantic poet. Wordsworth possessed a deep love for nature, a theme reflected in many of his poems. He considered nature to be his friend, philosopher, and guide. He became the poet laureate in 1843 and remained so until his death in 1850. Dear students, first നമുക്ക് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രൊഫൈൽ നോക്കാം. വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഇൻ 1770 ആൻഡ് പാസ്ഡ് എവേ ഇൻ 1850. 1770 വില്യം വേർഡ്സ്വർത്ത് ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 1850. ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റുകളുടെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്ത് പോസസ്ഡ് എ ഡീപ്പ് ലവ് ഫോർ നേച്ചർ. നമുക്കറിയാം, റൊമാൻറ്റിക് പോയിറ്റ് എന്ന് പറഞ്ഞാൽ നേച്ചറിനെ കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് എഴുതുന്ന പോയിറ്റിനെയാണ് നമ്മൾ റൊമാൻറ്റിക് പോയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേർഡ്സ്വർത്തിന് നേച്ചറിനോട് അങ്ങേയറ്റം സ്നേഹം ഉണ്ടായിരുന്നു. എ തീം റിഫ്ലക്റ്റഡ് ഇൻ മെനി ഓഫ് ഹിസ് പോയംസ്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും ഒരുപാട് പോയത്തിൻ്റെ തീമായിട്ട് വന്നിട്ടുള്ളതും നേച്ചറാണ്. ഹി കൺസിഡർ നേച്ചർ ടു ബി ഹിസ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. അദ്ദേഹം നേച്ചറിനെ കണക്കാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് എന്നീ നിലയിലാണ്. ഹി ബിക്കെയിം ദ പോയിറ്റ് ലോററ്റ് ഇൻ 1843. 1843 അദ്ദേഹം ഇംഗ്ലണ്ടിലെ പോയിറ്റ് ലോററ്റായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരണ കാലയളവ് വരെ 1850 വരെ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ അദ്ദേഹം അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ ഓരോ വർഷവും സെലക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിറ്റിന് കൊടുക്കുന്ന അംഗീകാരമാണ് പോയിറ്റ് ലോററ്റ്. 1843 വില്യം വേർഡ്സ്വർത്ത് ഫസ്റ്റായിട്ട് പോയിറ്റ് ലോററ്റ് ആയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ 1850 വരെ അദ്ദേഹം പോയിറ്റ് ലോററ്റ് എന്ന പൊസിഷനിൽ തുടർന്നു. ദെൻ ലിസൺ ടു ദ പോയം ടു സ്ലീപ്പ്. ഫ്രം ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് വി ക്യാൻ സീ ദാറ്റ് ടു സ്ലീപ്പ്. ടൈറ്റിൽ മുതൽ ടൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ടു സ്ലീപ്പ്, ഉറക്കത്തിലേക്ക് എന്നാണ് പോയിട്ട് പറയുന്നത്. തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ, ഗൂസ്ബെറീസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കണ്ടു, ഇവാൻ ഇവാനിച്ചിന് ഉറക്കം കിട്ടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഉറക്കം കിട്ടാതെ കിടക്കുന്നുണ്ട്. അതുപോലുള്ള എക്സ്പീരിയൻസ് പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇൻ ദിസ് പോയം, ഈ പോയത്തിൽ നമുക്ക് എന്ത് കാണാം? ഇതിലെ സ്പീക്കർ ഉറക്കം കിട്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ പോകുന്ന ഒരുപാട് ഇമേജസ് ഉണ്ട്. അതുപോലെ ഒരുപാട് രംഗങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്, സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അദ്ദേഹം സ്ലീപ്പിനോട് റിക്വസ്റ്റ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ ഈ പോയം നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ദിസ് പോയം ഈസ് നോൺ ആസ് സോണറ്റ്. ഈ പോയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോണറ്റ്. ആൻഡ് വാട്ട് ഈസ് എ സോണറ്റ്? എ സോണറ്റ് ഈസ് എ പോയം ഓഫ് 14 ലൈൻസ് വിത്ത് എ സ്ട്രിക്റ്റ് പാറ്റേൺ ഓഫ് റൈം ആൻഡ് റിതം. 14 ലൈൻസ് ഉള്ള വളരെ സ്ട്രിക്റ്റ് പാറ്റേൺ ഓഫ് റൈമും റിതമുമുള്ള ഒരു ടൈപ്പ് ഓഫ് പോയിട്രിയാണ് സോണറ്റ്. അതായത് സോണറ്റിൽ 14 ലൈൻസ് ഉണ്ടാവും, അതിന് കൃത്യമായിട്ട് റൈം ഉണ്ടാവും, അതുപോലെ റിതം ഉണ്ടാവും. ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോണറ്റ്. വ്യത്യസ്ത തരത്തിലുള്ള സോണറ്റുകളുണ്ട്. അതൊക്കെ ഇനി ഉയർന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഷേക്സ്പീരിയൻ സോണറ്റ്, സ്പെൻസേറിയൻ സോണറ്റ്, പെട്രാർക്കിയൻ സോണറ്റ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സോണറ്റുകളുണ്ട്. ദേ ഷെയർ ദ ഫോളോവിങ് തോട്ട് ഓഫ് സ്ട്രക്ചർ. പക്ഷേ ഈ 3 ടൈപ്പ് സോണറ്റ് ആണെങ്കിലും, ഏത് ടൈപ്പ് സോണറ്റ് ആണെങ്കിലും, ആ പൊയം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരു കീ ഐഡിയ, അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ആ പൊയം ഉണ്ടാവുക. ഡെവലപ്മെൻറ്റ്, എന്നിട്ട് പതുക്കെ ആ വിഷയത്തെക്കുറിച്ച് വിവരിക്കും. അറ്റ് ലാസ്റ്റ് അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും. പലപ്പോഴും ആ കൺക്ലൂഷൻ ഒരു ട്വിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സോണറ്റിൻ്റെ സ്ട്രക്ചർ. ദെൻ നമുക്ക് പോയത്തിലേക്ക് തിരിച്ചു വരാം. ടു സ്ലീപ്പ് ബൈ വില്യം വേർഡ്സ്വർത്ത്. ലിസൺ ടു ഫസ്റ്റ് സ്റ്റാൻസ. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് leisurely pass by one after one, the sound of rain and bees murmuring, the fall of rivers, winds and seas, smooth fields, white sheet of water and pure sky. Listen to first stanza. A flock of sheep that leisurely pass by one after one. What do you mean by that? സ്പീക്കർ കാണാണ്, പോയിറ്റ് കാണാണ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് leisurely pass by one after one. ഒന്നിന് പിറകെ ഒന്നായിട്ട് മൂവ് ചെയ്യുന്ന എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഒരു കൂട്ടം ചെമ്മരിയാട്. ദ സൗണ്ട് ഓഫ് റെയിൻ, അതുപോലെ അദ്ദേഹം എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? സൗണ്ട് ഓഫ് റെയിൻ.
ദ ബീസ് മേർമറിങ്, അതുപോലെ തേനീച്ചകളുടെ മേർമറിങ് സൗണ്ട്. ദ ഫാൾ ഓഫ് റിവേഴ്സ്, റിവേഴ്സ് ഒഴുകുന്നത്. വിൻസ് ആൻഡ് സീസ്, കാറ്റ്, കടൽ. സ്മൂത്ത് ഫീൽഡ്, സ്മൂത്ത് ആയിട്ടുള്ള ഫീൽഡ്, വയലുകൾ. വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ, വെള്ളച്ചാട്ടങ്ങൾ. ആൻഡ് പ്യുവർ സ്കൈ, തെളിഞ്ഞ ആകാശം. ഐ ഹാവ് തോട്ട് ഓൾ ബൈ ടേൺസ് ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്. ആൻഡ് സൂൺ ദ സ്മാൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ, ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർച്ചാർഡ് ട്രീസ്. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കളി ക്രൈ. Then listen to second stanza. I have thought of all by turns. In the first stanza, we can see that poet describes a lot of visual images and auditory image. ഫസ്റ്റ് സ്റ്റാൻസയിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സൈറ്റ്സുകൾ പറയുന്നുണ്ട്, കാഴ്ചകൾ പറയുന്നുണ്ട്, അതുപോലെ സൗണ്ട്സ് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റാൻസയിൽ സ്പീക്കർ പറയുന്നത് എന്താ? ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ്. ഇതിന് ഓരോന്നിനും മാറി മാറി ചിന്തിച്ചു. അതായത് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട് ഷേപ്സിനെ കാണുന്നുണ്ട്, റെയിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ബീസിൻ്റെ മേർമറിങ് കേൾക്കുന്നുണ്ട്, റിവേഴ്സ് ഒഴുകുന്നത് കേൾക്കുന്നുണ്ട്, വിൻഡ്, സീസ്, സ്മൂത്ത് ഫീൽഡ്സ്, ഇങ്ങനെ ഒരുപാട് സൈഡ്സും സൗണ്ടൊക്കെ പറഞ്ഞു. സ്പീക്കർ എന്താണ് പറയുന്നത്? ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ്. ഇതിന് ഓരോന്നിനും മാറി മാറി ചിന്തിക്കുകയാണ്. ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്. അപ്പോഴും അയാൾ എങ്ങനെയാണ് കിടക്കുന്നത്? സ്ലീപ്ലെസ്, ഉറക്കം കിട്ടാതെ കിടക്കുകയാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? ഈ പോയത്തിലെ സ്പീക്കർ ഉറക്കം കിട്ടാതെ കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരുപാട് നാച്ചുറൽ സൈറ്റ്സും സൗണ്ട്സൊക്കെ കാണുകയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആൻഡ് സൂൺ ദ സ്മാൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ. അദ്ദേഹത്തിന് എന്ത് കേൾക്കുന്നുണ്ട്? സ്മാൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ. പുറത്തുനിന്ന് ചെറിയ പക്ഷികളുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർച്ചാർഡ് ട്രീ. അതെവിടെയാണ്? അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്തുള്ള ഓർച്ചാർഡ്, തോട്ടത്തിലുള്ള മരത്തിൽ നിന്നാണ് ആ സ്മാൾ ബേർഡ്സിൻ്റെ മെലഡീസ് കേൾക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കളി ക്രൈ. പിന്നെ എന്ത് കേൾക്കുന്നുണ്ട്? ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കളി ക്രൈ. മെലങ്കളി മീൻസ് സാഡ്. അവിടുന്ന് ഒരു കുക്കു സങ്കടത്തോടെ കരയുന്നതും അദ്ദേഹം കേൾക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസയിലും പോയിട്ട് എന്താ പറയുന്നത്? ഹി വാസ് ലൈയിങ് സ്ലീപ്ലെസ്. അദ്ദേഹം ഉറക്കം കിട്ടാതെ കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ പുറത്തുനിന്ന് അദ്ദേഹം സ്മാൾ ബേർഡ്സിൻ്റെ മെലഡീസ് കേൾക്കുന്നുണ്ട്, കുക്കുവിൻ്റെ മെലങ്കളി ക്രൈ കേൾക്കുന്നുണ്ട്. തേർഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഈവൻ ദിസ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് 2 nights more I lay and could not win thee sleep by any stealth, so do not let me wear tonight away. തേർഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഈവൻ ദിസ് ലാസ്റ്റ് ആൻഡ് 2 nights more I lay. കഴിഞ്ഞ ദിവസത്തെ രാത്രി, അതിനു മുൻപുള്ള 2 ദിവസത്തെ രാത്രിയിലും ഐലേ, ഞാൻ കിടക്കുന്നുണ്ട്. എങ്ങനെയാ അല്ലേ? സ്ലീപ്ലെസ് ആയിട്ട്. തൊട്ട് മുന്നേ പറഞ്ഞു പോയിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉറക്കം കിട്ടാതെ കിടക്കുകയാണ്. ആൻഡ് കുഡ് നോട്ട് വിൻ ദി. ദി മീൻസ് യു. അദ്ദേഹം സ്ലീപ്പിനോട് പറയാണ് ദി, യു, സ്ലീപ്പ്. ആൻഡ് കുഡ് നോട്ട് വിൻ യു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. അതായത് കഴിഞ്ഞ ദിവസത്തെ രാത്രി, അതിനു മുൻപുള്ള 2-3 ദിവസത്തെ രാത്രിയിലൊന്നും ഉറക്കമേ നിന്നെ കീഴ്പ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല. ബൈ എനി സ്റ്റെൽത്ത്, സോ ഡു നോട്ട് ലെറ്റ് മീ വിയർ ടുനൈറ്റ് എവേ. അല്ലേ? അദ്ദേഹം പറയണം ബൈ എനി സ്റ്റെൽത്ത്. ഉറക്കം എന്താ? വല്ലപ്പോഴും ഒന്ന് ഒളിച്ചു വരിക പോലും ചെയ്തില്ല. അതായത് തീരെ ഉറക്കം കിട്ടാതെ കിടന്നത്. സോ അതുകൊണ്ട് എന്താ? ഡു നോട്ട് ലെറ്റ് മീ വിയർ ടുനൈറ്റ് എവേ. ടുനൈറ്റ് മീൻസ് ടുഡേ നൈറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഡു നോട്ട് ലെറ്റ് മീ വിയർ ടുനൈറ്റ് എവേ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്നെ വിട്ടു പോവരുത്. അതായത് ഇന്നെങ്കിലും ഉറക്കമേ നീ എൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. Then listen to last lines. Without thee, what is all morning's wealth? Come, blessed barrier between day and day, dear mother of fresh thoughts and joyous health. ലാസ്റ്റ് സ്റ്റാൻസിൽ പോയിട്ട് എന്താ പറയുന്നത്? വിതൗട്ട് ദീ, ദാറ്റ് മീൻസ് വിതൗട്ട് യു, വിതൗട്ട് സ്ലീപ്പ്. വാട്ട് ഈസ് ആൾ മോർണിംഗ്സ് വെൽത്ത്? അല്ലേ? നീ ഇല്ലാതെ മോർണിംഗ്സ് വെൽത്ത് എന്താ? അതായത് എന്താ? പ്രഭാതത്തിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ, പ്രഭാതം നല്ലതായിട്ട് തോന്നണമെങ്കിൽ നല്ല ഉറക്കം കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? കം, നീ വരൂ. അല്ലേ? എന്നിട്ട് സ്ലീപ്പിനെ വിശേഷിപ്പിക്കുകയാണ് ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. സ്ലീപ്പ് എന്താണ്? സ്ലീപ്പ് ഈസ് എ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. 2 പകലുകൾക്കിടയിലുള്ള അനുഗ്രഹീതമായ ഒരു തടസ്സമാണ് സ്ലീപ്പ്. ശ്രദ്ധിക്കുക, ബ്ലെസ്ഡ് ബാരിയർ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, ഓക്സിമറോൺ ആണ്. അത് നമ്മൾ എന്താണെന്ന് ഇതിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ ഡിസ്കസ് ചെയ്യും.
ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. പോയിട്ട് സ്ലീപ്പിനെ വിശേഷിപ്പിക്കുകയാണ്. സ്ലീപ്പ് എന്താണ്? സ്ലീപ്പ് ഈസ് എ ബ്ലെസ്ഡ് ബാരിയർ. അനുഗ്രഹമുള്ള ഒരു തടസ്സമാണ്. രണ്ട് പകലുകൾക്കിടയിലുള്ള അനുഗ്രഹമുള്ള തടസ്സമാണ് സ്ലീപ്പ്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്. പിന്നെ സ്ലീപ്പ് എന്തും കൂടിയാണ്? മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്. നല്ല ചിന്തകൾ കിട്ടണമെങ്കിൽ നല്ല ഉറക്കം കിട്ടണം. ആൻഡ് ജോയസ് ഹെൽത്ത്. നല്ല ആരോഗ്യം വേണമെങ്കിലും സ്ലീപ്പ് വേണം. സോ പോയിട്ട് സ്ലീപ്പിനെ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ട് എന്താ പറയുന്നത്? കം ആൻഡ് ബ്ലെസ്ഡ് മീ. എൻ്റെ അടുത്തേക്ക് വരൂ, ഇന്ന് രാത്രിയെങ്കിലും എന്ത് ചെയ്യുക, എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് സ്ലീപ്പിനോട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ആ പോയത്തിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഒരുപാട് വിഷ്വൽ ഇമേജസും ഓഡിറ്ററി ഇമേജസും ഉണ്ട്. എന്താ വിഷ്വൽ ഇമേജ്? വിഷ്വൽ ഇമേജ് ഈസ് ദാറ്റ് വി ക്യാൻ സീ. ചില വേർഡ്സ് വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിഷ്വൽ ഇമേജസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലൈഷർലി പാസ് വൺ ആഫ്റ്റർ വൺ, ദ ഫാൾ ഓഫ് റിവേഴ്സ്, അല്ലേ? ഇതൊക്കെ എന്താണ്? വിഷ്വൽ ഇമേജസിന് എക്സാമ്പിളാണ്. ആൻഡ് ഓഡിറ്ററി എക്സാമ്പിൾ ദാറ്റ് വി ക്യാൻ ഹിയർ. നമുക്ക് കേൾക്കുന്ന പോലെ തോന്നുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സ്മാൾ ബേർഡ്സ് മെലഡീസ്, ദ മെലങ്കളി ക്രൈ ഓഫ് കുക്കു. ഇതൊക്കെ എന്താണ്? ഓഡിറ്ററി ഇമേജാണ്, സൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് വിഷ്വൽ ഇമേജസും ഓഡിറ്ററി ഇമേജസും ഉണ്ട്. ഡിയർ സ്റ്റുഡൻസ്, ഇനി ഈ പോയത്തിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ വരുന്ന പൊയറ്റിക് ഡിവൈസസ് എന്ന ഏരിയ നമുക്ക് നോക്കാം. ഫസ്റ്റ് ശ്രദ്ധിക്കുക, ചില പൊയറ്റിക് ഡിവൈസസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ആ പൊയറ്റിക് ഡിവൈസസ് എന്നും അതിൻ്റെ എക്സാമ്പിളും ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ലിസൺ. അലിട്രേഷൻ. ഫസ്റ്റ് വൺ ഈസ് അലിട്രേഷൻ. Alliteration means repeated consonant sounds at the beginning of words placed near each other, usually on the same or adjacent lines. ഒരേ ലൈനിലോ തൊട്ടടുത്ത ലൈൻസിലോ റിപ്പീറ്റഡ് കോൺസണൻറ്റ് സൗണ്ട്സ് ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി. സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി. ഈ ലൈന് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാം സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി. ഓരോ വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും സ് സൗണ്ടാണ്. സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി. ദെൻ നെക്സ്റ്റ് ലൈന്, ദ ഫറോ ഫോളോവ്ഡ് ഫ്രീ. ദ ഫറോ ഫോളോവ്ഡ് ഫ്രീ. ഈ ലൈനിൽ നമുക്ക് കാണാം ഫ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓരോ വേർഡ്സിൽ. ഫറോ ഫോളോവ്ഡ് ഫ്രീ. ഇങ്ങനെ കോൺസണൻറ്റ് സൗണ്ട്സ് ഓരോ വേർഡ്സിൻ്റെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അസോണൻസ്. Assonance means repeated vowel sounds in the words placed near each other, usually on the same or adjacent lines. ഒരു ലൈനിലോ തൊട്ടടുത്ത ലൈൻസിലോ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അസോണൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫഡിൽസ്. എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫഡിൽസ്. ഈ ലൈനിൽ നമുക്ക് എന്ത് കാണാം? ഓ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫഡിൽസ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ബിസൈഡ് ദ ലേക്ക് ബിനീത്ത് ദ ട്രീസ്. ബിസൈഡ് ദ ലേക്ക് ബിനീത്ത് ദ ട്രീസ്. ഈ ലൈനിൽ നമുക്ക് എന്ത് കാണാം? ഈ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. അതായത് വവൽ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ അസോണൻസ് എന്നും കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ അലിട്രേഷൻ എന്നും വിളിക്കുന്നു. ദെൻ തേർഡ് നോക്കാം, കൺസണൻസ്. കൺസണൻസ് മീൻസ് റിപ്പീറ്റഡ് കൺസണന്റ് സൗണ്ട്സ് at the ending of words placed near each other, usually on the same or adjacent lines. മാറിപ്പോവരുത്. അലിട്രേഷനിൽ വേർഡ്സിൻ്റെ തുടക്കത്തിലാണ് കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ബട്ട് കൺസണൻസിൽ വരുന്നത് ഓരോ വേർഡിൻ്റെ എൻഡിങ്ങിൽ കോൺസണൻറ്റ് സൗണ്ട് വരുന്നതിനെയാണ് കൺസണൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഷീ ലവ് മീ ദിസ് ബിലീവ്. ഇഫ് ഷീ ലവ് മീ ദിസ് ബിലീവ്. ഇവിടെ ഈ സൗണ്ട് ഓരോ വേർഡ്സിൻ്റെ എൻഡിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഷീ ലവ് മീ ബിലീവ്. നെക്സ്റ്റ് നോക്കുക, ഐ വിൽ ഡൈ ഇയർ ഷീ ഷാൽ ഗ്രീവ്. ഇവിടെയും നമുക്ക് കാണാം ഈ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനെ വേർഡിൻ്റെ എൻഡിങ്ങിൽ കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ കൺസണൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഓണോമറ്റോപ്പിയോ വേർഡ്സ്. ഓണോമറ്റോപ്പിയോ മീൻസ് വേർഡ്സ് ദാറ്റ് സൗണ്ട് ലൈക്ക് ദെയർ മീനിങ്. ഓരോ വേർഡ് അതിൻ്റെ സൗണ്ട് പോലെ, അതിൻ്റെ സൗണ്ടും അതിൻ്റെ മീനിങ്ങും ഒരുപോലെ വരുന്നതിനെയാണ് ഓണോമറ്റോപ്പിയോ വേർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സാക്ക് ഫെൽ ഇൻ ടു ദ റിവർ വിത്ത് എ സ്പ്ലാഷ്. ഇവിടെ നോക്കുക, സാക്ക്. അതേപോലെ സ്പ്ലാഷ്. ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നതും അതിൻ്റെ മീനിങ്ങും സെയിം ആണ്. ദ ബുക്സ് ഫെൽ ഓൺ ദ ടേബിൾ വിത്ത് എ ലൗഡ് തമ്പ്. തമ്പ് തമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ സൗണ്ട് തന്നെയാണ് അവിടെ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്.
ഇങ്ങനെ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നതും അതിൻ്റെ മീനിങ്ങും സെയിം ആയിട്ട് വരുന്നതിനെയാണ് ഓണോമറ്റോപ്പിയ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പർബോൾ. ഹൈപ്പർബോൾ മീൻസ് ആൻ ഔട്ട്റേജിയസ് എക്സാജറേഷൻ യൂസ്ഡ് ഫോർ എഫക്റ്റ്. അതായത് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെ വലുതാക്കിയിട്ട് പറയാം, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആ കുന്നിൻ്റെ അത്രയും പഴക്കമുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് കാണിക്കാൻ എക്സാജറേറ്റ് ചെയ്ത് പറയാണ്. ഇത്തരത്തിലുള്ള എക്സാജറേഷനെയാണ് നമ്മൾ ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റഫറും സിമിലിയാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. മെറ്റഫർ നോക്കാം. എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് അതർ ഓർ ഡസ് ദ ആക്ഷൻ ഓഫ് ദ അതർ. അതായത് രണ്ട് വ്യത്യസ്ത വസ്തുക്കളെ കമ്പയർ ചെയ്യാണ്, അതായത് ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയാണ്. ലിസൺ, ഹർ വോയിസ് ഈസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. അവളുടെ സൗണ്ട് അദ്ദേഹത്തിന് മ്യൂസിക്കായിട്ട് ഫീൽ ചെയ്യാണ്. ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹിസ് ഹാർട്ട് ഈസ് എ സ്റ്റോൺ. അദ്ദേഹത്തിൻ്റെ ഹാർട്ട്, മൈൻഡ് ഒരു സ്റ്റോൺ ആണ്, കല്ലാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഹാർട്ടിനെ സ്റ്റോൺ ആയിട്ട് പറയാണ്. ഇത്തരത്തിലുള്ള എക്സ്പ്രഷനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ദെൻ സിമിലി. സിമിലി മീൻസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കോ ആസോ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം റെഡ് റോസ് പോലെയാണ്. ഇത്തരത്തിലുള്ള യൂസേജിനെയാണ്, കമ്പാരിസനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. സോ ഈ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചില പൊയറ്റിക് ഡിവൈസസ് ആണ് അലിട്രേഷൻ, അസോണൻസ്, കൺസണൻസ്, ഓണോമറ്റോപ്പിയ, ഹൈപ്പർബോൾ, മെറ്റഫർ, സിമിലി. ഇവിടെ ശ്രദ്ധിക്കുക, ഡെത്ത് ലെവലർ എന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ കുറച്ച് പൊയറ്റിക് ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പേഴ്സോണിഫിക്കേഷൻ എന്താണ്, മെറ്റഫർ എന്താണ്, സിമിലി എന്താണ്, ഓക്സിമറോൺ എന്താണ്, ഇതൊക്കെ നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ടു സ്ലീപ്പ് എന്ന പൊയമാണ്. അതിൻ്റെ അനാലിസിസ് ഡിസ്കസ് ചെയ്തു, അബൌട്ട് ദ ഓഥർ ഡിസ്കസ് ചെയ്തു, എന്താണ് സോണറ്റ് എന്ന് ചർച്ച ചെയ്തു. അതുപോലെ ഈ പോയത്തിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ വരുന്ന പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.